സഹിൻ മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തത് ഒരു കാമുകനും കാമുകയും തമ്മിലുള്ള പരാതിയും കൂടി പോലീസ് അവിടെ പരിഹരിക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. ആൺകുട്ടി നിൽക്കുകയാണ്, പെൺകുട്ടിയെ വനിതാ പോലീസുകാർ ഇരുത്തി അവർ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ശകാരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള വഴക്കിന്റെ കാര്യം പോലീസിനോട് പറയുന്നത്. അതിങ്ങനെയായിരുന്നു. അല്പനേരം മുൻപ് ഈ പെൺകുട്ടിയുടെ കാമുകൻ കുഴിമന്തി കഴിക്കാൻ പോയി. അത് കാമുകിയോട് പറഞ്ഞില്ല. പിന്നീട് ഇയാൾ കുഴിമന്തി കഴിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പെൺകുട്ടി കൈയോടുകൂടി പിടിക്കുകയായിരുന്നു. നീ എന്ത് തോന്നിയ കാണിച്ചേ? നീ എന്നെ കുറിച്ച് ഓർത്തോ? തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പിന്നീട് അത് വലിയ തർക്കത്തിൽ കലാശിച്ചു. വഴിയിൽ കിടന്ന് ഉന്തും തള്ളുമായി വഴക്കായി. തെറ്റാണോ എന്താ ഞാൻ പറയും മോളോട്? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അത് നാട്ടുകാർ പറഞ്ഞ പോലീസുകാർ അറിയുകയും അവിടെ ഉണ്ടായിരുന്ന പിങ്ക് പോലീസ് ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത്. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാൻ. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമാകുന്നു. അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തുന്നു എന്നുള്ളതും കൂടിയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. സഹിൻ ലൈവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോറൽ കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. അതായത് എന്ത് കഴിക്കാൻ പോയാലും കൂടെയുള്ള ആളുകളെയും കൂടി കൂട്ടുക, അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാതിരിക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഓർക്കേണ്ടത്. അതെ, രാവിലെ